മാതർമേ മധുകൈടഭഗ്നി महिषप्राणापहारोद्यमे ലിഹേലാ നിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ടാർത്തിനി നിശേഷീകൃത രക്തബീജതനുജേ നിത്യേ നിശുംഭാപഹേ ശുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. ഇന്ന് ദേവി മാഹാത്മ്യം തുടരുകയാണ്. എല്ലാ ദേവന്മാരിൽ നിന്നും പുറപ്പെട്ടതായിട്ടുള്ള തേജസ് ഒന്നിച്ച് ഒരു സ്ത്രീരൂപമായിട്ട് തീർന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ദേവിക്ക് എല്ലാവർക്കും സന്തോഷമായി. ആ വളരെ അത്യധികമായ തേജസ്സോടുകൂടിയ ആ ദേവിയെ കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അവർ സന്തോഷത്തോടു കൂടി ആ ദേവിക്ക് അടിയാനുള്ളതായിട്ടുള്ള ആഭരണങ്ങളും യുദ്ധത്തിന് വേണ്ടതായിട്ടുള്ള ആയുധങ്ങളുമൊക്കെ ഓരോരുത്തരും അവരവർക്ക് ഉള്ളതായിട്ടുള്ള വസ്തുക്കളൊക്കെ കൊടുത്തു എന്നുള്ളതാണ്. എല്ലാവരും അവരവരുടെ കയ്യിൽ നിന്ന് ഓരോരോ ഭാഗം എടുത്ത് നിർമ്മിച്ച് ദേവിക്ക് ദാനം ചെയ്തു എന്നാണ്. മാരുതോ ദത്തവംശാപം ബാണപൂർണേ തഥേഷുധി വജ്രമിന്ദ്ര സുൽപ്പാട്യ കുലിശാദമരാധിപ. മാരുത ദത്തവാൻ ചാപം, ദത്തവാംശാപം പദം മുറിക്കുമ്പോൾ ദത്തവാൻ ചാപം എന്നവും. മാരുത എന്ന് പറഞ്ഞാൽ വായുഭഗവാൻ ദത്തവാൻ ചാപം ഒരു വില്ലാണ് കൊടുത്തത്. ചാപം ദത്തവാൻ ചാപത്തെ കൊടുത്തു, ഒരു ചാപം കൊടുത്തു, വില്ലു കൊടുത്തു വായുഭഗവാൻ. പിന്നെ പോരാത്തതിന് ബാണപൂർണേ തഥാ ഇഷുധി, ബാണപൂർണേ തഥേ ഇഷുധി, തഥാ ഇഷുധി, ഇഷു എന്ന് പറഞ്ഞാൽ അസ്ത്രം, ഇഷുധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവനാഴി, ഇഷുവിനെ വയ്ക്കാനുള്ളതായിട്ടുള്ള വസ്തു ആവനാഴി. അതുപോലെ അവനാഴിയും കൊടുത്തു. എങ്ങനെയുള്ള അവനാഴി? ബാണപൂർണേ, 2 അവനാഴി കൊടുത്തു. ദാവപൂർണേ തഥേഷുധി, 2 അവനാഴികൾ. ബാണപൂർണേ, ബാണങ്ങൾ കൊണ്ട് പൂർണ്ണമായിട്ടുള്ള അമ്പ് അസ്ത്രങ്ങൾ നിറച്ചതായിട്ടുള്ള 2 ആയുധങ്ങൾ വായുഭഗവാൻ കൊടുത്തു എന്നാണ്. മാരുത ദത്തവാൻ ചാപം ബാണപൂർണേ തഥേഷുധി വജ്രമിന്ദ്ര സമുൽപ്പാട്യ കുലിശാദ് അമരാധിപ. അമരാധിപ ഇന്ദ്രഹ, അമരാധിപനായിട്ടുള്ള ഇന്ദ്രൻ, അമരാധിപൻ അമരന്മാരുടെ അധിപൻ, അമരരാജാവായിട്ടുള്ള ദേവരാജാവായിട്ടുള്ള ദേവേന്ദ്രൻ കുലിശാദ്, കുലിശത്തിൽ നിന്ന് സമുൽപ്പാട്യ വേർതിരിപ്പിച്ചിട്ട്, മുറിച്ചെടുത്തിട്ട് എന്ന് വെച്ചാൽ വേർതിരിച്ചെന്നുള്ള അർത്ഥമേ ഉള്ളൂ. അതിൽ നിന്ന് മറ്റൊരു ആയുധത്തെ കൊടുത്തു എന്നാണ്. കുലിശാദ്, കുലിശം എന്ന് വെച്ചാൽ വജ്രായുധം, ദേവേന്ദ്രന്റെ വജ്രായുധം. അതിൽ നിന്നും തീർത്തതായിട്ടുള്ള മറ്റൊരു വജ്രായുധത്തെ ദേവേന്ദ്രൻ കൊടുത്തു. വജ്രം ഇന്ദ്രഹ സമുൽപ്പാട്യ, കുലിശാദ് സമുൽപ്പാട്യ, ദേവേന്ദ്രൻ കുലിശത്തിൽ നിന്ന് തൻ്റെ വജ്രായുധത്തിൽ നിന്ന് സമുൽപ്പാട്യ ഭിന്നിപ്പിച്ചിട്ട് വേർതിരിച്ചിട്ട് വജ്രം ദദൗ, അവൾക്കായിട്ട് അതായത് ദേവിക്കായിക്കൊണ്ട് വജ്രത്തെ നൽകി, ഒരു വജ്രായുധത്തെ നൽകി എന്നാണ്. ദദൗ തസ്യൈ സഹസ്രാക്ഷോ ഖണ്ഡാം ഐരാവതാത് ഗജാത് കാലദണ്ഡാത് യമോദണ്ഡം പാശം ചാമ്പുപതിർ ദദൗ. ഇനി ദദൗ തസ്യൈ സഹസ്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവേന്ദ്രൻ തന്നെ, 1000 കണ്ണുകളുള്ളതായിട്ടുള്ള ദേവേന്ദ്രൻ. സഹസ്രാക്ഷ തസ്യൈ ദദൗ, അവൾക്കായിക്കൊണ്ട് ആ ദേവിക്കായിക്കൊണ്ട്, തസ്യൈ ആ ദേവിക്കായിക്കൊണ്ട് ദദൗ നൽകി. എന്താണ്? ഖണ്ഡാം ഐരാവതാത് ഗജാത്, ഖണ്ഡാം ഒരു മണി, ഖണ്ഡാന്ന് വെച്ചാൽ മണി, ഈ ശബ്ദം ഉണ്ടാക്കണതായിട്ടുള്ള മണി, ആ മണിക്കാണ് ഖണ്ഡ എന്ന് പറയുന്നത്. ഖണ്ഡാം ഐരാവതാത്, ഐരാവതത്തിൽ നിന്ന്, ഐരാവതത്തിന്റെ ശരീരത്തിൽ അണിയിച്ചിരുന്നതായിട്ടുള്ള ഒരു മണിയെ നൽകി എന്നാണ്. ഖണ്ഡ ഐരാവതാത്, ഐരാവതത്തിൽ നിന്ന് എടുത്തതായിട്ട്, ഐരാവതം എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രന്റെ വാഹനമായിട്ടുള്ള ആനയാണ്. ആ ആനയിൽ നിന്ന് എടുത്തതായിട്ടുള്ള ഒരു ഖണ്ഡ, ഒരു മണിയെ ദേവേന്ദ്രൻ നൽകി. ഗജാത് ഐരാവതാത് ഗജാത്, ഐരാവതമാകുന്ന ഗജത്തിൽ നിന്ന്, ആനയിൽ നിന്ന് എടുത്തതായിട്ടുള്ള ആ ഖണ്ഡയെ നൽകി. ഇനി കാലദണ്ഡാത് യമഹ ദണ്ഡം, കാലദണ്ഡാത് യമഹ യമൻ, കാലദണ്ഡാത് യമഹ ദണ്ഡം എന്ന് പദം മുറിക്കുമ്പോൾ യമഹ യമൻ, കാലദണ്ഡാത് തൻ്റെ കാലദണ്ഡത്തിൽ നിന്ന്, യമന്റെ കാലദണ്ഡം എന്ന് പറയുമ്പോൾ പ്രശസ്തമായിട്ടുള്ളതായിട്ടുള്ള കാലന്റെ ദണ്ഡാണ് പറയണത്. ആ കാലദണ്ഡത്തിൽ നിന്ന് വേർതിരിച്ചെടുത്തതായിട്ടുള്ള ഒരു ദണ്ഡത്തെ നൽകി യമൻ എന്നുള്ളതാണ്.
കാലദണ്ഡാത് യമോ ദണ്ഡം, യമൻ കാലദണ്ഡത്തിൽ നിന്ന്, തൻ്റെ കാലദണ്ഡത്തിൽ നിന്ന് വേർതിരിച്ചെടുത്തതായിട്ടുള്ള ഒരു ദണ്ഡം ദേവിക്ക് നൽകി. ഈ പാശം ച അമ്പുവതിർദോ, പാശം അമ്പുവതിഹി, അമ്പുവതി ച അമ്പുവിൻ്റെ പതി, വെള്ളത്തിൻ്റെ ജലത്തിൻ്റെ പതി വരുണൻ. വരുണൻ ഒരു പാശത്തെ നൽകി. വരുണപാശം എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ്. ആ പാശത്തെ നൽകി വരുണൻ, ദദൗ നൽകി, വരുണൻ പാശത്തെ നൽകി എന്നാണ്. ഇനി പ്രജാപതിശ്ച അക്ഷമാലാം ദദൗ ബ്രഹ്മാ കമണ്ഡലും സമസ്ത രോമകൂപേഷു നിജരശ്മീൻ ദിവാകരഃ. ഇനി പ്രജാപതി ച, പദം മുറിക്കുമ്പോൾ പ്രജാപതി ച അക്ഷമാലാം, പ്രജാപതിയായിട്ടുള്ള ബ്രഹ്മാവ് അക്ഷമാലാം, അക്ഷമാല സ്ഫടികം കൊണ്ടുള്ളതായിട്ടുള്ള മാല, അക്ഷങ്ങൾ കൊണ്ടുള്ളതായിട്ടുള്ള മാല, അക്ഷമാലയെ നൽകി. പ്രജാപതിശ്ച അക്ഷമാലാം ദദൗ ബ്രഹ്മാ കമണ്ഡലും, ബ്രഹ്മാവ് കമണ്ഡലും ദദൗ, കമണ്ഡലുവിനെ നൽകി. പ്രജാപതിയായിട്ടുള്ള ബ്രഹ്മാവ് അക്ഷമാലയെയും നൽകി, കമണ്ഡലുവിനെയും നൽകി. കമണ്ഡലു വെള്ളം പിടിക്കാനുള്ളതായിട്ടുള്ള കിണ്ടി പോലെയുള്ളതായിട്ടുള്ള ഒരു പാത്രമാണ് കമണ്ഡലു എന്ന് പറയുന്നത്. ദദൗ ബ്രഹ്മാ കമണ്ഡലും, ബ്രഹ്മാവ് കമണ്ഡലവും നൽകി, അക്ഷമാലയും നൽകി ദേവിക്ക് എന്നുള്ളതാണ്. സമസ്ത രോമകൂപേഷു നിജരശ്മീൻ ദിവാകരഃ, ദിവാകരഃ സൂര്യൻ, സൂര്യൻ സമസ്ത കൂപേഷു എല്ലാ രോമകൂപങ്ങളിലും, ദേവിയുടെ ഓരോരോ രോമത്തിൻ്റെ ആ ഉണ്ടാവണതായിട്ടുള്ള ദ്വാരം ഉണ്ടല്ലോ, ആ ഓരോരോ രോമകൂപത്തിലും നിജരശ്മീൻ തൻ്റെ രശ്മികളെ, അതായത് അങ്ങനെ ആ ദേഹത്തിൽ നിന്ന് മുഴുവൻ രശ്മി പുറപ്പെടും എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള നിജരശ്മീൻ തൻ്റെ രശ്മികളെ നൽകി ദേവിക്ക്, അധികം പ്രകാശം ഉണ്ടാവും എന്നുള്ളതാണ് അവിടെ. സമസ്ത രോമകൂപേഷു എല്ലാ രോമകൂപങ്ങളിലും തൻ്റെ രശ്മിയെ നൽകി സൂര്യൻ എന്നാണ്. കാലശ്ച ദത്തവാൻ ഖഡ്ഗം തസ്യാശ്ചർമ്മച നിർമ്മലം ക്ഷീരോദശ്ച അമലം ഹാരം അജരേച തഥ അംബരേ. നീ കാലശ്ച കാലം എന്നുള്ളതാണ് അവിടെ, കാലഹ എന്നുള്ളത് കൊണ്ട് കാലം എന്നുള്ളതാണ്. ആ കാലം ദത്തവാൻ ഖഡ്ഗം, ഖഡ്ഗത്തെ നൽകി, ഒരു വാളാണ് നൽകിയത് കാലം എന്നുള്ളത്. കാലം എന്നുള്ളതായിട്ടുള്ള ദേവൻ ദത്തവാൻ ഖഡ്ഗം, ഖഡ്ഗത്തെ നൽകി, ദത്തവാൻ നൽകി, ഖഡ്ഗത്തെ നൽകി. തസ്യാശ്ചർമ്മച നിർമ്മലം, അതുമാതിരി നിർമ്മലം ചർമ്മ ച തസ്യാഹ അവൾക്കായി നൽകി. ചർമ്മച നിർമ്മലം, നിർമ്മലമായിട്ടുള്ള ഒരു ചർമ്മവും, ചർമ്മം ച മാർച്ചട്ട, യുദ്ധത്തിൽ ഉപയോഗിക്കാനുള്ളതായിട്ടുള്ള തൻ്റെ ഇത് മറക്കിച്ച ഉരസ് മറയ്ക്കാനുള്ളതായിട്ടുള്ള മാർച്ചട്ട, അതാണ് ചർമ്മം എന്ന് പറയുന്നത്. ആ ചർമ്മവും നൽകി കാലൻ, ഖഡ്ഗവും നൽകി, ചർമ്മവും നൽകി എന്നുള്ളതാണ്. ചർമ്മം എന്ന് പറഞ്ഞാൽ മാർച്ചട്ടയാണ് അത്. തസ്യാശ്ചർമ്മച നിർമ്മലം ക്ഷീരോദശ്ച അമലം ഹാരം അജരേച തഥാ അംബരേ. ക്ഷീരോദ പാലാഴി, ക്ഷീരമാവുതത്തോടു വെള്ളത്തോടു കൂടിയത് ക്ഷീരോദ പാലാഴി. പാലാഴി അമലം ഹാരം, അമലമായിട്ടുള്ള നിർമ്മലമായിട്ടുള്ള ഒരു മുത്തുമാല, ഹാരം അജരേച തഥാ അംബരേ, തഥാ അംബരേ രണ്ട് അമ്പരങ്ങളും, രണ്ടമ്പരങ്ങൾ കുത്തരിയും കൂടിയാണ് ഇട്ടാണ്. തഥാ അംബരേ രണ്ട് അമ്പരങ്ങളും, അമ്പരേന്ന് ദ്വിവചനാവുകൊണ്ട് രണ്ടമ്പരങ്ങൾ. അജരേ എങ്ങനെയുള്ളതായിട്ടുള്ളതാണ് അമ്പരങ്ങള്, വസ്ത്രങ്ങള്. അജരേ ജര ഇല്ലാത്തത്, പഴകാത്തതായിട്ടുള്ള, ജീർണിക്കാത്തതായിട്ടുള്ള രണ്ട് അമ്പരങ്ങൾ നൽകി. ക്ഷീരോദൻ ക്ഷീരോദം പാലാഴി, പാലാഴി നിർമ്മലമായിട്ടുള്ള ഒരു ഹാരവും രണ്ട് അമ്പരങ്ങളും, ജര വരാത്തതായിട്ടുള്ള, ജീർണിക്കാത്തതായിട്ടുള്ള രണ്ട് വസ്ത്രങ്ങളും നൽകി പാലാഴി എന്നാണ്. ചൂടാമണിം തഥാ ദിവ്യം കുണ്ടലേ കടകാനിച അർദ്ധചന്ദ്രം തഥാ ശുഭ്രം കെയ്യൂരാൻ സർവബാഹുഷു. ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഒടുക്കം വിശ്വകർമ്മ ദദൗ തസ്യൈ എന്ന് അടുത്ത രണ്ട് ശ്ലോകം കഴിഞ്ഞിട്ടാണ്, അവിടേക്ക് ഒന്നിച്ചാണ് അന്വയം എല്ലാറ്റിൻ്റെയും. വിശ്വകർമ്മ ദദൗ തസ്യൈ, വിശ്വകർമാവ് അവൾക്കായി നൽകി, ദേവിക്കായിക്കൊണ്ട് നൽകി എന്നുള്ളതാണ്. അത് ഒന്നിച്ച് പലതും നൽകിയതായിട്ട് പറയുന്നുണ്ട് വിശ്വകർമാവ്. ദേവന്മാരുടെ ഇതാണ് വിശ്വകർമാവ് എന്ന് പറയുമ്പോൾ, ആശാരി എന്ന് പറയട്ടെ. അപ്പോൾ ദേവന്മാരുടെ എല്ലാ ശില്പി
എന്നുള്ളതായിട്ടുള്ള ആണ് വിശ്വകർമാവ് എന്ന് പറയുന്നത്. ആ വിശ്വകർമാവ് എന്നുള്ളതായിട്ടുള്ള ശില്പി എന്തൊക്കെ കൊടുത്തു എന്നുള്ളതാണ്. ചൂടാമണിയും തഥാ ദിവ്യം, ദിവ്യമായിട്ടുള്ള ഒരു ചൂടാമണി, അലങ്കരിക്കാനുള്ളതായിട്ടുള്ള തലയിൽ അണിയാനുള്ളതായിട്ടൊരു ആഭരണം ചൂടാമണി. കുണ്ടലേ കടകാനിച്ച, കുണ്ടലേ കുണ്ടലങ്ങളും കാതിലേക്കുള്ളതായിട്ടുള്ള ആഭരണങ്ങൾ, കുണ്ടലങ്ങൾ, കടകാനി വളകൾ, വലിയതായിട്ടുള്ള വളകൾ, കടകം എന്ന് പറയുന്നത് വലിയതായിട്ടുള്ള ഇതിനാണ്, വളയ്ക്കാണ്. കുണ്ടലേ കടകാനിച്ച അർദ്ധചന്ദ്രം തഥാ ശുഭ്രം, ശുഭ്രമായിട്ടുള്ള അർദ്ധചന്ദ്രാകൃതിയിലുള്ളതായിട്ടുള്ള സ്വർണം കൊണ്ട് ഉള്ള അല്ലെങ്കിൽ വേറെ ആഭരണങ്ങൾ കൊണ്ടുള്ളതായിട്ട് അർദ്ധചന്ദ്രാകൃതിയിലുള്ള ആഭരണം അത് നൽകി എന്നുള്ളതാണ്. അർദ്ധചന്ദ്രം തഥാ ശുഭ്രം കേയൂരാൻ സർവബാഹുഷു, എല്ലാ ബാഹുക്കളിലും കേയൂരങ്ങളും നൽകി എന്നുള്ളതാണ്. കേയൂരങ്ങൾ എന്ന് പറയുമ്പോൾ തോൾവളകൾ, സർവബാഹുഷു അനവധി ബാഹുക്കളോട് കൂടിയിട്ടാണല്ലോ ഉണ്ടായിരിക്കണത്. അപ്പോൾ ആ എല്ലാ ബാഹുക്കളിലേക്കും കേയൂരങ്ങളെയും നൽകി എന്നുള്ളതാണ്. അതൊക്കെ വിശ്വകർമ്മ ദദൗ തസ്യൈ എന്നുള്ളതിലേക്കാണ് അന്വയിക്കേണ്ടത്. വിശ്വകർമാവ് നൽകി എന്നുള്ളതിലേക്കാണ് അന്വയിക്കേണ്ടത് ഇതൊക്കെ. അർദ്ധചന്ദ്രം തഥാ ശുഭ്രം കേയൂരാൻ സർവബാഹുഷു നൂപുരൗ വിമലൗ തദ്വത്, അതുപോലെ വിമലൗ നൂപുരൗ, വിമലങ്ങളായിട്ടുള്ള മനോഹരങ്ങളൊക്കെ ശുഭ്രങ്ങളായിട്ടുള്ള എന്നുള്ളത് അർത്ഥാണ് അവിടെ. വിമലൗ നൂപുരൗ, രണ്ട് നൂപുരങ്ങൾ, ചിലങ്കകൾ, കാലിലേക്ക് അണിയാനുള്ളതായിട്ടുള്ള നൂപുരങ്ങൾ, ചിലങ്കകൾ. പിന്നെ ഗ്രൈവേകം അനുത്തമം, അനുത്തമമായിട്ടുള്ള ഗ്രൈവേകം, അനുത്തമം വെച്ചാൽ തുല്യത ഇല്ലാത്തതായിട്ടുള്ള, തുല്യത ഇല്ലാത്തത് എന്ന് പറയുമ്പോൾ അതുപോലെ മറ്റൊന്ന് ഉപമിക്കാൻ പറ്റതായിട്ടുള്ള മറ്റൊന്നും ഇല്ലാത്തത്, വളരെ വിശിഷ്ടമായിട്ടുള്ള എന്നർത്ഥം. നൂപുരവ് വിമലവ് താവത് ഗ്രൈവേകം അനുത്തമം. ഗ്രൈവേകം, ഗ്രൈവേകം എന്ന് പറഞ്ഞാൽ ഗ്രീവയിലേക്കുള്ളത്, കഴുത്തിലേക്കുള്ളതായിട്ടുള്ള ആഭരണം. ഗ്രൈവേകം അനുത്തമം. പിന്നെ അങ്കുലീയക രത്നാനി, അങ്കുലീയങ്ങളിലേക്കുള്ളതായിട്ടുള്ള രത്നാഭരണങ്ങൾ, രത്നം പതിച്ചതായിട്ടുള്ള ഓരോ വിരലിലേക്കും അണിയാനുള്ളതായിട്ടുള്ള മോതിരങ്ങൾ, മോതിരങ്ങളിൽ വയ്ക്കാനുള്ളതായിട്ടുള്ള രത്നങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ മോതിരങ്ങളോട് കൂടി രത്നങ്ങളോട് കൂടിയതായിട്ടുള്ള മോതിരങ്ങൾ. അങ്കുലീയകം എന്ന് പറഞ്ഞാൽ മോതിരം എന്നുള്ള അർത്ഥമാണ്. ആ അങ്കുലീയക രത്നാനി, അങ്കുലീയകം രത്നങ്ങളോട് കൂടിയതായിട്ടുള്ള അങ്കുലീയങ്ങൾ എന്നെടുത്താൽ മതി. അങ്കുലീയക രത്നാനി സമസ്താസു അങ്കുലീഷു ച, എല്ലാ അങ്കുലികളിലേക്കും എല്ലാ വിരലുകളിലേക്കും മോതിരങ്ങൾ പ്രത്യേകിച്ച് കൊടുത്തു എന്നാണ്. സമസ്താസു അങ്കുലീഷു ച, സമസ്താസു അവിടെ അങ്ങനെയാണ് പദമുഖ്യ. സമസ്താസു അങ്കുലീഷു, എല്ലാ അങ്കുലികളിലേക്കും മോതിരങ്ങളും നൽകി. വിശ്വകർമ്മ ദദൗ തസ്യൈ, അവിടേക്ക് ഒന്നിച്ചാണ് അന്വയം. വിശ്വകർമാവ് ദദൗ തസ്യൈ, ആ ദേവിക്കായിക്കൊണ്ട് നൽകി എന്നാണ്. പരശും ച അതിനിർമ്മലം, പരശു എന്ന് പറയുമ്പോൾ ഒരു മഴു എന്നുള്ളത്, അതിനിർമ്മലം മനോഹരമായിട്ടുള്ള ഒരു മഴു, ഇതും ആയുധമായിട്ട് നൽകി. അസ്ത്രാണി അനേക രൂപാണി, പലതരത്തിലുള്ളതായിട്ടുള്ള അസ്ത്രങ്ങളും നൽകി. യഥാ അഭേദ്യം ച ദംശനം, യഥാ തഥാ അപ്രകാരം തന്നെ അഭേദ്യം ഭേദിക്കാൻ വയ്യാത്തതായിട്ടുള്ള, അഭേദ്യം പിന്നെ ഭേദിക്കാൻ വയ്യാത്തതായിട്ടുള്ള, മുറിക്കാൻ വയ്യാത്തതായിട്ടുള്ള ദംശനം, കവചം എന്നൊക്കെ പറയുമ്പോൾ അലങ്കാര വസ്തുക്കളായിട്ടാണ് പറയണത്. യുദ്ധാവശ്യത്തിനും ഉപയോഗിക്കുക. എന്താ ഈ ദംശനം എന്നുള്ളത്? ദംശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടിക്കാനുള്ള വസ്തു എന്നുള്ളതാണ്. അപ്പോൾ കടിക്കാനുള്ളതായിട്ടുള്ള അതിന് ചേർന്നതായിട്ടുള്ള എന്തെങ്കിലും ആയുധം ആയിരിക്കണം എന്തായാലും ദംശനം എന്ന് പറയുന്നത്. അഭേദ്യം ഭേദിക്കാൻ വയ്യാത്തതായിട്ടുള്ള ദംശനവും നൽകി. ഇതൊക്കെ വിശ്വകർമാവ് നൽകി എന്നാണ്. ശ്രീ ശിവ ശിവശക്തിഐക്യരൂപിണി ലളിതാംബിക, ശ്രീ ശിവ ശിവശക്തിഐക്യരൂപിണി ലളിതാംബിക, ശ്രീ ശിവ ശിവശക്തിഐക്യരൂപിണി ലളിതാംബിക. ശ്രീ ലളിതാംബികായൈ നമഃ.